ഇന്ന് ഡൽഹിയിൽ നടന്നൊരു കൂടിക്കാഴ്ച പ്രധാനമന്ത്രി പുറത്തുവിട്ട അതിന്റെ ചിത്രവും വലിയ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും വഴിവെക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി എൻസിപി അധ്യക്ഷൻ ശരത് പവാറും മകൾ സുപ്രിയ സുലെ എംപിയും കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു അത്. ലോക്സഭയിൽ 3-2 ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നതിനിടെയാണ് പവാറിന്റെയും സുപ്രിയ സുലെയുടെയും കൂടിക്കാഴ്ച എന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യൻ സഖ്യരാഷ്ട്രീയത്തിലെ ചാണക്യനെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ശരത് പവാർ എന്ത് നീക്കമാണ് നടത്തുന്നത്? എൻഡിഎയുമായി നേരിട്ട് കൈകോർക്കുമോ, അതോ സ്വന്തം പാർട്ടിയെ വീണ്ടും ഒന്നിപ്പിച്ച് സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയായി തുടരുമോ എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം കടുപ്പിക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി എൻസിപി അധ്യക്ഷൻ ശരത് പവാറും മകളും എംപിയുമായ സുപ്രിയ സുലെയും കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഇതാണ് വലിയ രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയായിരുന്നു ഇരുവരും മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. പവാറിനെ വാതിൽപ്പടിയിലെത്തി മോദി സ്വീകരിക്കുന്നതും നേതാക്കൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതും ചില പേപ്പറുകൾ കൈമാറുന്നതുമൊക്കെ ഈ ചിത്രങ്ങളിൽ ഉണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം നടക്കുന്ന ജന്തർ മന്ദർ സന്ദർശിച്ച ശേഷമാണ് ശരത് പവാറും സുപ്രിയ സുലെയും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനെത്തിയത്. മോദിയുമായുള്ള കൂടിക്കാഴ്ചയിലും പവാർ സിജെപി സമരം ഉന്നയിച്ചു എന്ന വിവരങ്ങളുമുണ്ട്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ മണ്ഡല പുനർനിർണയത്തിനുള്ള സുപ്രധാന ബില്ല് പാസാക്കാനായി ലോക്സഭയിൽ 3-2 ഭൂരിപക്ഷം ഉറപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നതിനിടെയാണ് പവാറിന്റെയും സുപ്രിയ സുലെയുടെയും കൂടിക്കാഴ്ച എന്നതാണ് ശ്രദ്ധേയം. ശരത് പവാർ നേതൃത്വം നൽകുന്ന എൻസിപിക്ക് 8 എംപിമാരാണുള്ളത്. മുഴുവൻ സംസ്ഥാനങ്ങളിലും 50% സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പു നൽകിയാൽ മണ്ഡല പുനർനിർണയ ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് എൻസിപി അറിയിച്ചിരുന്നു. 50% സീറ്റ് വർദ്ധിപ്പിക്കുമെന്ന് രേഖാമൂലം എഴുതി നൽകിയാൽ തങ്ങൾ ചർച്ച നടത്തുമെന്നായിരുന്നു സുപ്രിയ സുലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടുള്ള മണ്ഡല പുനർനിർണയ ഭരണഘടനാ ഭേദഗതി ബിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ലോക്സഭയിൽ പരാജയപ്പെട്ടിരുന്നു. അന്ന് 54 വോട്ടുകളുടെ കുറവാണ് എൻഡിഎക്കുണ്ടായിരുന്നത്. തൃണമൂൽ കോൺഗ്രസിലുണ്ടായ വൻ പിളർപ്പ് എൻഡിഎയുടെ ഭൂരിപക്ഷം ഉയർത്തി. പാർട്ടിയുടെ 28 ലോക്സഭാ എംപിമാരിൽ 20 പേർ വിമതരായി മാറി. നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പാർട്ടിയിൽ ലയിച്ചു. ഇവർ ഇപ്പോൾ എൻഡിഎ മുന്നണിയുടെ ഭാഗമാണ്. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേന വിഭാഗത്തിലെ 9 എംപിമാരിൽ 6 പേർ പാർട്ടി വിട്ടു. ഇവർ ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന വിഭാഗത്തിൽ ചേർന്നു. ഇത് ഭരണപക്ഷത്തിന്റെ അംഗബലം 26 ഉയർത്തി. കോൺഗ്രസുമായുള്ള ഭിന്നതയെ തുടർന്ന് ഇന്ത്യ മുന്നണി വിട്ട എം.കെ. സ്റ്റാലിന്റെ ഡിഎംകെ ചില ആവശ്യങ്ങൾ മുൻനിർത്തി സർക്കാരിനെ പിന്തുണച്ചേക്കുമെന്ന സൂചനയുണ്ട്. ഡിഎംകെയുടെ 22 എംപിമാരുടെ പിന്തുണ കൂടി ലഭിച്ചാൽ ഭരണപക്ഷത്തിന്റെ വോട്ട് നില 348 ഉയരും. ലോക്സഭയിലെ നിലവിലെ സാഹചര്യത്തിൽ ഭരണഘടനാ ഭേദഗതി പാസാക്കാൻ 352 വോട്ടുകളാണ് വേണ്ടത്. ഡിഎംകെ കൂടി പിന്തുണച്ചാൽ എൻഡിഎക്ക് 348 വോട്ടുകളാവും. അവശേഷിക്കുന്ന 6 വോട്ടുകൾ എൻഡിഎക്ക് പ്രധാനപ്പെട്ടതായിരുന്നു. ശരത് പവാർ നേതൃത്വം നൽകുന്ന എൻസിപിക്ക് 8 എംപിമാരാണുള്ളത്. ഇവരെ ഒപ്പം നിർത്താനായാൽ എൻഡിഎക്ക് കാര്യങ്ങൾ എളുപ്പമാകും. വനിതാ സംവരണ ബില്ലിന് സുപ്രിയ സുലെയുടെ രാഷ്ട്രീയ ഭാവിക്കും ഗുണകരമാകും എന്നതാണ് ശരത് പവാർ വിഭാഗം കരുതുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ലോക്സഭാ സീറ്റുകൾ 50% വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പ് സർക്കാർ നൽകിയാൽ ബില്ലിനെ പിന്തുണയ്ക്കുന്ന കാര്യം പാർട്ടി പരിഗണിക്കുമെന്ന സുപ്രിയ സുലെയുടെ പ്രതികരണം അത് വ്യക്തമാക്കുന്നുമുണ്ട്. എന്നാൽ എൻസിപിക്കുള്ളിൽ ഈ വിഷയത്തിൽ ഏകാഭിപ്രായമില്ല എന്നതാണ് ഒരു വെല്ലുവിളി. പാർട്ടി എംഎൽഎ രോഹിത് പവാർ മണ്ഡല പുനർനിർണയ ബില്ലിനെ ശക്തമായി എതിർക്കുകയും അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ള ഒരു കെണിയാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനത്തിൽ വീഴരുത് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ ഭിന്നത പരിഹരിക്കാനായോ എന്നതിൽ വ്യക്തതയില്ല. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും എൻഡിഎയുമായി എൻസിപി ധാരണയിലെത്തിയെന്നോ ഔദ്യോഗികമായി സഖ്യത്തിൽ ചേരുമെന്നോ ഇതുവരെ യാതൊരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. ശരത് പവാർ എൻസിപിയെ എൻഡിഎയിലേക്ക് ലയിപ്പിക്കുമോ, അതോ പാർട്ടി വീണ്ടും ഒന്നിപ്പിക്കുമോ? എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഉറ്റുനോക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തിൽ അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ച് എൻസിപി അധ്യക്ഷൻ ശരത് പവാർ പല നീക്കങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. അടുത്തിടെ അദ്ദേഹം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനെയും ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയെയും കണ്ടത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയ്ക്കിടയാക്കി. തുടർന്ന് ശരത് പവാറിന്റെ അടുത്ത അനുയായി ജയന്ത് പാട്ടീൽ ഫഡ്നാവിസുമായി കൂടിക്കാഴ്ച നടത്തി. ഈ യോഗത്തിൽ അജിത് പവാർ വിഭാഗത്തിലെ പ്രമുഖ നേതാക്കളായ പ്രഫുൽ പട്ടേലും സുനിൽ തഡ്കരെയും ഒക്കെ പങ്കെടുത്തിരുന്നു. പിന്നീട് ജയന്ത് പാട്ടീൽ, ജിതേന്ദ്ര ഔഹാദ് എന്നിവർ ഏക്നാഥ് ഷിൻഡെയുമായും ദീർഘനേരം ചർച്ച നടത്തി.
ഈ കൂടിക്കാഴ്ചകൾ ശരത് പവാർ NDAയിലേക്ക് ചേരാൻ ആലോചിക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ ആ ദിവസങ്ങളിലും ശക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച കൂടി നടന്നിരിക്കുന്നത്. NCPയെ ലയിപ്പിക്കൽ എന്ന ഒരു ലക്ഷ്യം കൂടി ശരത് പവാറിനുണ്ട് എന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വിഭജിക്കപ്പെട്ട NCPയെ വീണ്ടും ഒന്നിപ്പിച്ച് സ്വന്തം രാഷ്ട്രീയ പാരമ്പര്യം സംരക്ഷിക്കാനാണ് ശരത് പവാർ ശ്രമിക്കുന്നതെന്നാണ് വിലയിരുത്തൽ വന്നത്. അജിത് പവാറിന്റെ അപ്രതീക്ഷിത മരണത്തിന് മുൻപ് NCPയുടെ 2 വിഭാഗങ്ങളും ലയിപ്പിക്കാനുള്ള ചർച്ചകൾ അന്ന് നടന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം നേതൃത്വമേറ്റെടുത്ത സുനേത്ര പവാറിനെതിരെ പാർട്ടിക്കുള്ളിൽ അസംതൃപ്തി ഉയരുന്നതായും ചില മുതിർന്ന നേതാക്കൾ തുറന്ന വിമർശനവുമായി രംഗത്തെത്തുന്ന സാഹചര്യവുമൊക്കെ ഉണ്ടായി. ഇതാണ് വീണ്ടും ലയന സാധ്യതകൾക്ക് വഴിയൊരുക്കുന്നതെന്നും വിലയിരുത്തുന്നു. അപ്പോൾ 2 സാധ്യതകളാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും ഇന്നത്തെ കൂടിക്കാഴ്ചയോടെ എന്താണ് ലക്ഷ്യമെന്നത് കുറച്ചുകൂടി വ്യക്തമാകുന്നുണ്ട്. ഇന്ന് നടന്ന കൂടിക്കാഴ്ച എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. NCP ശരത് പവാർ വിഭാഗം NDAയുമായി അടുക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. അത് എങ്ങനെ, ഏത് തരത്തിൽ എന്നതാണ് ഇനി വ്യക്തമാകേണ്ടത്. ലോക്സഭയിൽ ഭരണഘടനാ ഭേദഗതികൾക്ക് ആവശ്യമായ പിന്തുണ തേടുന്ന BJPക്കും സ്വന്തം രാഷ്ട്രീയ പാരമ്പര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ശരത് പവാറിനും ഈ ഘട്ടം എന്തായാലും ഒരുപോലെ നിർണായകമാണ്. അതനുസരിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.